യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവായ യേശു എത്ര വലിയ അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നത്. പലപ്പോഴും കർത്താവ് നൽകിയ അനുഗ്രഹങ്ങൾക്ക്, സഹായങ്ങൾക്ക്, വലിയ അപകടത്തിൽ നിന്നൊക്കെ അത്ഭുതമായിട്ടൊക്കെ നമ്മളെ കർത്താവ് രക്ഷിച്ചിട്ടുണ്ട്. മാരക രോഗത്തിൽ നിന്നൊക്കെ രക്ഷിച്ച എത്രയോ അനുഭവങ്ങൾ. എന്നിട്ട് നമ്മൾ കർത്താവിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? പലപ്പോഴും നന്ദി പറയുന്ന കാര്യത്തിൽ നമ്മൾ വളരെ പുറകിലാണ്. നമുക്കൊരു നിമിഷം ഈശോയ്ക്കൊന്ന് നന്ദി പറയാം. യേശുവെ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. പിതാവെ അങ്ങയെ ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവേ അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ, ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ വൻ കൃപകൾക്കെല്ലാം നന്ദി പറയുന്നു. ഞങ്ങളുടെ കണ്ണുനീര് തുടച്ചത് നന്ദി പറയുന്നു. ജീവിതത്തിൻ്റെ വലിയ തകർച്ചകളിൽ ഞങ്ങളെ അങ്ങ് കൈകളിൽ താങ്ങി എഴുന്നേൽപ്പിച്ചതിന് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കേട്ടതിന് നന്ദി പറയുന്നു. എത്ര വലിയ അനുഗ്രഹങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം അങ്ങ് നൽകിയത്. ഞങ്ങളുടെ ജീവനെ പരിപാലിച്ചു, ഞങ്ങൾക്ക് വേണ്ടതൊക്കെ സമർത്ഥമായിട്ട് നൽകി. കഷ്ടതകളിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ നടന്നു. നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. യേശുവേ മഹത്വം. കർത്താവേ, കുരിശിൻ്റെ വഴികളിൽ കുരിശ് താങ്ങുവാനായിട്ട് അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ബലപ്പെടുത്തി. എല്ലാറ്റിനും നന്ദി പിതാവേ, സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. ആമേൻ. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹം ആഗ്രഹിക്കുന്നവരാണ്. അനുഗ്രഹം വേണം, നന്മകൾ വേണം, ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവണം, സമൂഹത്തിൽ നന്നായിട്ട് നമുക്ക് ജീവിക്കണം, നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഉയർന്ന ജോലി, വിദ്യാഭ്യാസമൊക്കെ കിട്ടണം, നന്നായിട്ട് പോകണം. ഇതൊക്കെ നമ്മുടെ ആഗ്രഹമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ, അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ ദീർഘായുസ്സോടെ ജീവിക്കണം, മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കാണണം, വലിയ നന്മകൾ ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു. പക്ഷെ ചിലരെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഇതൊന്നും സംഭവിക്കാറില്ല, ഇതൊന്നും ലഭിക്കാറില്ല. നമ്മുടെ ജീവിതത്തിൽ ഇവയൊക്കെ ലഭിക്കണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? സങ്കീർത്തനം 34:11 മുതൽ 13 വരെ വചനങ്ങൾ. മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ, ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. മക്കളെ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുവിൻ. കർത്താവിന് നമ്മൾ സംസാരിക്കാനുണ്ട്. കർത്താവ് പറയുന്നത് നിങ്ങൾ കേൾക്കണം. മക്കളെ എന്നാണ് വിളിക്കുന്നത്. മക്കളെ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. നമ്മളെ ഓരോരുത്തരെയും മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് സ്നേഹിക്കുന്ന ദൈവം. മക്കള് എന്തെങ്കിലുമൊക്കെ വിവേകമില്ലാതെ പ്രവർത്തിച്ചാലും കുരുത്തക്കേട് കാണിച്ചാലും പൊറുക്കുന്നവരാണ് മാതാപിതാക്കന്മാർ. ഇവിടെ ഇതാ സ്നേഹപിതാവായ ദൈവം നമ്മോട് ക്ഷമിക്കുന്നവനാണ്. അവൻ ക്ഷമിച്ചു കഴിഞ്ഞു. തൻ്റെ പുത്രനെ തന്നുകൊണ്ട് എല്ലാ ദാനങ്ങളും നമുക്ക് തന്നിരിക്കുക. പുത്രനിലൂടെ നമുക്ക് വേണ്ടതെല്ലാം അവിടുന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആര് പുത്രനെ സ്വന്തമാക്കുന്നോ അവനെല്ലാം ഉണ്ട്. മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ, ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. ദൈവഭക്തിയുടെ വഴിയിലൂടെ നമ്മെ നയിക്കുന്ന ദൈവം. ദൈവഭക്തി എന്താണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കും. ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ? നല്ലൊരു ജീവിതം വേണം, സമാധാനമുള്ളൊരു ജീവിതം, സന്തോഷമുള്ള ജീവിതം. ആവശ്യത്തിന് സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച ഉണ്ടാവണം. ജീവിതത്തിൻ്റെ തൊഴിൽ മേഖലകളിൽ ഉയർച്ച ഉണ്ടാവണം, അഭിവൃദ്ധി ഉണ്ടാവണം,
നന്മയുണ്ടാവണം, തകർന്നു പോകരുത്. ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നവരാ. സന്തുഷ്ടമായ ദീർഘായുസ് വേണം. രോഗിയായി അങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥയല്ല പലരും ചിന്തിക്കുന്നത്. ആരെങ്കിലുമൊക്കെ രോഗിയായിട്ട് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, കിടപ്പ് രോഗി ഉണ്ടെങ്കിൽ ഓർത്തോ, ആ കിടപ്പ് രോഗിയിലൂടെ നിങ്ങളുടെ ഭവനത്തിലേക്ക് കർത്താവ് വലിയ അനുഗ്രഹവും കൃപയും നന്മകളും നിരന്തരം ചൊരിഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ കിടപ്പ് രോഗിയും നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമാണ്. ഏതോ രോഗിയാണോ ആ രോഗിയിലൂടെ കർത്താവ് വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തരുകണം. ആ രോഗിയുടെ സഹനങ്ങൾ അത് അനുഗ്രഹമായിട്ട് കർത്താവ് മാറ്റും. രോഗത്തെ ഓർത്തും കഷ്ടതയോർത്തൊക്കെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊള്ളുക. തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുക. തിന്മയിൽ നിന്ന് നാവിനെ സൂക്ഷിക്കുക, വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെ സൂക്ഷിച്ചു കൊള്ളുക. ഇവിടെ പറയുന്നു നാവിനെ സൂക്ഷിക്കാൻ. വ്യാജമായ കാര്യങ്ങൾ പറയരുത്. നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ഒത്തിരിയേറെ തെറ്റ് ചെയ്യുന്നവരാ. നാവില് പിഴയ്ക്കാത്തവനാണ് ഭാഗ്യവാൻ. എല്ലാവരും നാവ് കൊണ്ട് ഒത്തിരിയേറെ തെറ്റുകൾ അനുദിനം ചെയ്തുകൊണ്ടിരിക്കുക. നാവിനെ സൂക്ഷിച്ചാൽ ജീവനും സന്തുഷ്ടമായ ദീർഘായുസും അനുഗ്രഹങ്ങളും എല്ലാം ദൈവം നമുക്ക് നൽകും. അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നാവ് കൊണ്ട് വരുത്തുന്ന വീഴ്ചകൾ, ഒന്ന്, ഹൃദയത്തിലെ അഹങ്കാരം മുറ്റിയിട്ട് അഹങ്കാര വാക്കുകൾ നമ്മൾ പറയും. ഇങ്ങനെ പറയും, ഈ സമ്പത്തെല്ലാം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ, ഈ ബിസിനസ് ഞാൻ കെട്ടിപ്പടുത്തതാ, ഞാനുണ്ടാക്കിയ നേട്ടങ്ങളായതല്ല, എൻ്റെ ആരോഗ്യം, എൻ്റെ കഴിവ്, എൻ്റെ ബുദ്ധി എൻ്റേത് എന്ന അഹങ്കാരത്തോടെ പറയുന്ന വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെയൊക്കെ നാടുകളിൽ നോക്കിയേ, അഹങ്കാരത്തിൽ ജീവിച്ച വ്യക്തികളും കുടുംബങ്ങളും ഒക്കെ അധപ്പതിച്ചു പോയി. ഇന്ന് 4 നേരം വയറ് നിറയ്ക്കാൻ പോലും കഴിവില്ലാത്തവണ്ണം തകർന്നുപോയി പഴയ സമ്പന്ന കുടുംബങ്ങൾ. അഹങ്കാരത്തിന്റെ വാക്കുകൾ പറയുക, എല്ലാം ദൈവത്തിന്റെ ദാനമല്ലേ, ദാനമായിട്ട് ദൈവം തന്നതാ, എന്തിനാ നീ അഹങ്കരിക്കുന്നത്? എല്ലാം ദാനമായിട്ട് നൽകിയ ദൈവത്തെ മറന്നുകൊണ്ട് അഹങ്കാരത്തിന്റെ ആ ഒരു ധാർഷ്ട്യത്തിന് ജീവിച്ചു. അതിന്റെ ഫലമെന്താ? വൻ തകർച്ചകള്. നാവ് കൊണ്ട് എന്തൊക്കെയാ പറഞ്ഞത്? ഇതൊക്കെ ഞാൻ നേടിയതാ, എന്നെ കഴിഞ്ഞ് ആരുമില്ല, എന്നെ പോലെ ബുദ്ധിമാനായിട്ട് ആരാ ഉള്ളത്, എൻ്റെ കുടുംബത്തിലേറ്റവും പ്രഗത്ഭൻ ഞാനാ, എൻ്റെ നാട്ടിലേറ്റവും വലിയ ഞാനാ, ഇടവകയിലെ പ്രമാണി ഞാനാ. എന്തായിരുന്നു അഹങ്കാരത്തിൻ്റെ ആ ഞെളിഞ്ഞു നടപ്പും ധാർഷ്ട്യവുമൊക്കെ. ഇപ്പോഴിതാ അടിതെറ്റി വീണിരിക്കുന്നു. നാവ് കൊണ്ട് പറഞ്ഞു അഹങ്കാരത്തിൻ്റെ വാക്കുകൾ, അത് നിന്നെ തകർത്ത് തരിപ്പണമാക്കി കളയും. ഹല്ലേലൂയ. വചനം പറയുന്നു, അഹങ്കാരികളെ ദൈവം വെറുക്കുന്നു, അവിടുന്ന് സിംഹാസനത്തിൽ നിന്ന് അവരെ ഇറക്കിവിടും. അത് നിനക്ക് സന്തുഷ്ടമായൊരു ജീവിതവും അനുഗ്രഹവും ഉയർച്ചയൊക്കെ വേണോ? ആദ്യമേ അഹങ്കാരം ഉപേക്ഷിച്ചിട്ട് എളിമപ്പെടുക, താഴ്മയോടെ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ നിൽക്കാൻ നീ പഠിക്കണം. മറ്റൊന്ന്, ശാപത്തിന്റെ വാക്കുകൾ പറയും. നാവ് കൊണ്ട് പറയാ ശാപത്തിന്റെ വാക്കുകൾ. മക്കളെയൊക്കെ ശപിക്കുന്നവരുണ്ട്. അല്ലെ പറയും പാരമ്പര്യമായിട്ട് ശാപമാണ് ഇതിന്റെ കാരണം. നെഗറ്റീവ് വാക്കുകൾ എപ്പോഴും അതേ പറയുള്ളൂ. നീ ശരിയാവത്തില്ല, അല്ല നിന്നെ കൊള്ളത്തില്ല, ഞാൻ എന്തിനിറങ്ങിയാലും അത് തകർന്നു പോകും, അത് ശരിയാവും, ആ ബിസിനസ് ശരിയാവത്തില്ല, അവനുമായിട്ടൊരു ബന്ധം ശരിയാവത്തില്ല. എന്തിനിറങ്ങിയാലും വായിലൂടെ ശാപത്തിന്റെ വാക്കുകൾ, നെഗറ്റീവ് വാക്കുകൾ. മാതാപിതാക്കന്മാർ മക്കളെ ശപിക്കുക. ഇങ്ങനെ ശാപത്തിന്റെ വാക്കുകൾ നമ്മുടെ നാവിലൂടെ പുറപ്പെടുക. ഈ ശാപത്തിന്റെ വാക്കുകൾ നിന്നെ തകർത്തുകളയും. നിന്റെ നാവിലൂടെ പുറപ്പെടുന്ന ഈ വാക്കുകള് നിനക്ക് തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറും. ഹല്ലേലൂയ. വളരെ സൂക്ഷിക്കുക, നാവിനെ സൂക്ഷിക്കുക.
അഹങ്കാരത്തിൻ്റെ വാക്കോ ശാപത്തിൻ്റെ വാക്കുകളോ നമ്മുടെ വായിലൂടെ പുറപ്പെടാതിരിക്കുക. വളരെ വളരെ നാവിനെ നമ്മൾ സൂക്ഷിച്ചു കൊള്ളുക. അതുപോലെ മറ്റൊന്നാണ് നിരാശയുടെ വാക്കുകൾ. ഇനി രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല. വിവാഹം കഴിഞ്ഞു 4-5 വർഷമായി, ഇനി മക്കളുണ്ടാകാനായിട്ട് പോകുന്നില്ല. അവൻ ഏതൊക്കെ സ്ഥലത്ത് ജോലിക്ക് പോയതാ, 3 മാസം പോലും ഒരിടത്ത് നിൽക്കത്തില്ല, അവൻ ശരിയാവത്തില്ല. നിരാശയുടെ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എത്ര തവണ കൃഷി ചെയ്തതാ, എല്ലാം നഷ്ടമാണ്, ഇനിയും നഷ്ടമായിരിക്കും. അവൻ നഷ്ടങ്ങളുടെ കണക്കുകളും നിരാശയുടെ കണക്കുകളും പരാജയത്തിന്റെ കണക്കുകളുമായിട്ട് ഒരുപറ്റം മനുഷ്യന് ജീവിക്കുക. ഇത് പാടില്ല. നാവുകൊണ്ട് ഈ നിരാശയുടെ വാക്കുകൾ പറയുന്നത് അവസാനിപ്പിക്കണം. നമ്മൾ നല്ലതേ പറയാവുള്ളൂ. ഈ തകർച്ചയിൽ നിന്ന് ദൈവം എന്നെ ഉയർത്തും. ഈ പ്രതിസന്ധിയെ ഞാൻ മറികടക്കും. ഈ തോൽവി എനിക്ക് വിജയമായിട്ട് മാറും. ഈ സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് ദൈവം വലിയൊരു ഉയർച്ച നൽകും. ഹല്ലേലൂയ. നിരാശയുടെ വാക്കുകൾ പറയരുത്. എത്രയോ കുട്ടികളാ പറയുന്നത്, ഞാൻ പരീക്ഷയിൽ തോറ്റുപോകും, ഞാൻ ജയിക്കത്തില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിവില്ല, ഞാൻ കറുത്തതാണ്, എനിക്ക് നിറവില്ല, എനിക്ക് ബുദ്ധിയില്ല. ചില പറയാ എനിക്ക് ബുദ്ധിയില്ല, ഓർമ്മശക്തിയില്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല. പറയരുത്. നിരാശയുടെ വാക്കുകൾ നിന്റെ നാവിലൂടെ പുറപ്പെടരുത്. മനസ്സിൽ അങ്ങനെ തോന്നിയാലും പറയാൻ പാടില്ല. പറയുമ്പോൾ വിശ്വാസത്തിന്റെ വാക്കുകൾ മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് വെറുപ്പിന്റെ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുക, വിമർശിക്കുക, അങ്ങനെയൊക്കെ വെറുപ്പ് നിറഞ്ഞ വാക്കുകൾ, അശ്ലീലം നിറഞ്ഞ വാക്കുകൾ, മറ്റുള്ളവരെ മോശക്കാരാക്കി പറയുക, എന്തെല്ലാം. അതുപോലെ തന്നെ ഇരട്ടപ്പേരുകൾ വിളിക്കുക, മ്ലേച്ഛമായ വാക്കുകൾ പറയുക, ഇതൊക്കെ ചെയ്യുന്ന വ്യക്തികളുണ്ട്. ഇതും നാവ് കൊണ്ടാ ചെയ്യുന്നത്. ചെയ്യാൻ പാടില്ല. ഇനി ജീവിതത്തിൽ ഒത്തിരിയേറെ വീഴ്ചകള് ബലഹീനതകളൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ പറയും, ദൈവം എന്നെ കൈവിട്ട് കഴിഞ്ഞു, ദൈവത്തിന് എന്നെ വേണ്ട, ഇത് ദൈവം എന്നെ ശിക്ഷിച്ചതാ. ബിസിനസ് കാരണവർ പറയുന്നു ദൈവം എന്നെ ശിക്ഷിച്ചതാ. ഒരാൾ പറയുന്നു വിവാഹം കഴിച്ചു വന്ന പെണ്ണിന് മാനസിക രോഗം, ഉപേക്ഷിച്ചു, ഇത് ദൈവം എനിക്ക് വരുത്തിയതാ. പറയാൻ പാടില്ല, ഇത് ദൈവം എന്നെ ശിക്ഷിച്ചതാ. ദൈവം ആരെയും ശിക്ഷിക്കുന്നില്ല. നമ്മുടെ പാപങ്ങൾ തന്നെയാ നമ്മളെ നാശത്തിലേക്ക് തകർച്ചയിലേക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം ശിക്ഷിക്കും, ദൈവം ശിക്ഷിച്ചതാണെന്ന് പറയാനായിട്ട് പാടില്ല. ഇനി മറ്റൊരു വാക്കാണ് ദൈവം എന്നെ തള്ളിക്കളഞ്ഞതാ, ദൈവത്തിന് പോലും എന്നെ വേണ്ട. ചെല്ലു പറയുന്ന പറയാൻ പാടില്ല. ദൈവത്തിന് എന്നെ വേണം. അവൻ കുരിശിൽ മരിച്ച് നിനക്ക് വേണ്ടി രക്തം ചിന്തി നിന്നെ വീണ്ടെടുത്തതാ. അവൻ നിന്നെ തള്ളിക്കളയത്തില്ല. നീ ഏതവസ്ഥയിലുള്ള വ്യക്തിയുമായിക്കൊള്ളട്ടെ, എത്ര പാപം ചെയ്ത വ്യക്തി ആയിക്കൊള്ളട്ടെ, ഏതവസ്ഥ എന്ന് പറയുക, എത്ര മ്ലേച്ഛതയുടെ ചെളിക്കുണ്ടിൽ അഴുക്കിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിലും നിന്റെ ദൈവത്തിന് വേണം. ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും കളയത്തില്ല. അതുകൊണ്ട് ദൈവം എന്നെ തള്ളിക്കളഞ്ഞതാ, ദൈവം എന്നെ ശിക്ഷിച്ചതാ, ദൈവത്തിന് വേണ്ട, അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ പറയരുത്. ദൈവത്തിന് നിന്നെ വേണം. നിനക്ക് അംഗവൈകല്യം ഉണ്ടായിരിക്കാം, കഴിവ് കുറവായിരിക്കാം, ബുദ്ധി കുറവായിരിക്കാം, പക്ഷേ നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കുവാൻ, നിനക്ക് സകല അനുഗ്രഹ സമൃദ്ധിയും നന്മയും തരുവാനായിട്ട് ദൈവത്തിന് കഴിവുണ്ട്. ഹല്ലേലൂയ. ഉണ്ട്. നാവിനെ നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കുക. തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷ അധരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുവിൻ. തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുവിൻ. സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുവിൻ. നന്മ ചെയ്യണം. നമ്മൾ സമാധാനം നമ്മൾ തേടണം. എന്താണ് ഈ സമാധാനം തേടുക എന്ന് പറഞ്ഞാൽ? ക്രിസ്തുവിനെ തേടുക. അവൻ നമ്മുടെ സമാധാനമാണ്. എഫേസോസ് 2:14 സമാധാനം അന്വേഷിക്കുവിൻ എന്നാ വചനം പറയുന്നത്. എവിടെ സമാധാനം അന്വേഷിക്കും? മദ്യഷാപ്പിലോ, വ്യഭിചാരശാലയിലോ, വലിയ മാളുകളിലോ?
സിനിമാ തിയേറ്ററിലോ ബാറിലോ എവിടെ സമാധാനം അന്വേഷിക്കും? അവിടെ ഒന്നും സമാധാനം കിട്ടത്തില്ല. സമാധാനം തരുന്നവൻ ക്രിസ്തുവാ, അവൻ നമ്മുടെ സമാധാനമാ. നിങ്ങൾ സമാധാനം അന്വേഷിച്ചോ? സമാധാനം തേടി എങ്ങും പോകണ്ട. സമാധാനം നൽകുന്നവൻ നിന്റെ ഹൃദയത്തിലുണ്ട്, നിന്റെ കുടുംബത്തിലുണ്ട്. ഹല്ലേലൂയ. സമാധാനം, ദീർഘായുസ്, സാമ്പത്തിക ഉയർച്ച, നന്മകൾ, നിങ്ങളുടെ മക്കൾക്ക് ബുദ്ധി, കഴിവ്, നിങ്ങൾക്ക് വേണ്ടതെല്ലാം കർത്താവ് തരും. ജീവിതത്തിൽ സഹനങ്ങളും കണ്ണുനീരും വേദനയൊക്കെ ഉണ്ടാവും. അത് ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ്, അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിൻ്റെ അപ്പുറം കർത്താവ് നിനക്ക് വേണ്ടി നന്മകൾ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ള തിരിച്ചറിവുണ്ടാകണം. ഹല്ലേലൂയ. ഒന്ന് സ്തുതിക്കാമോ? യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി. കർത്താവേ, നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഹൃദയത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ, എതിർ ചിന്തകൾ വിട്ടുമാറട്ടെ. നാവ് കൊണ്ട് കർത്താവേ, അനേക മക്കള് ശാപവാക്ക് പറയുന്നു, നെഗറ്റീവ് വാക്ക് പറയുന്നു. അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ ജനത്തിന് കിട്ടട്ടെ. പൈശാചിക ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ തകരട്ടെ. കർത്താവിൻ്റെ തിരുരക്തത്താൽ എല്ലാവരും വിശുദ്ധീകരിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തില് 4-ാം അധ്യായത്തിന്റെ 25 മുതൽ 27 വരെ വചനങ്ങൾ പറയുന്നു. അതിനാൽ വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം. വ്യാജം വെടിയണം, തിന്മ ഉപേക്ഷിക്കണം, നാവ് കൊണ്ട് സത്യം സംസാരിക്കണം. കള്ളം പറയാൻ പാടില്ല. ഇനി അല്ലെ സംസാരിക്കാതിരിക്കുക. സംസാരിക്കണോ? സത്യം സംസാരിക്കുക. നാം ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നമ്മളെല്ലാവരും. കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത്. കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത്. എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുന്ന വിധത്തിൽ കോപം ഉണ്ടാകാനായിട്ട് പാടില്ല. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു നിൽക്കാതിരിക്കട്ടെ. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. നിങ്ങളുടെ കോപം നീണ്ടു നിൽക്കരുത്. സൂര്യൻ അസ്തമിക്കുന്നത് വരെ കോപം സൂക്ഷിക്കാൻ പാടില്ല. സാത്താന് അവസരം കൊടുക്കരുത്. സാത്താൻ നീ അവസരം കൊടുത്താൽ അവൻ നിന്റെ ഹൃദയത്തില് കടന്നു വരും, അവൻ നിന്റെ കുടുംബത്തിൽ കടന്നു വരും. നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒന്ന് കടന്നു വന്ന് നിന്നെ ആക്രമിക്കുവാൻ, നിന്നെ തകർക്കുവാൻ സാത്താൻ അലർന്ന സിംഹത്തെ പോലെ നടക്കുകയാ. അത് തിരിച്ചറിയണം. അലറുന്ന സിംഹത്തെ പോലെ നടക്കുന്ന ഈ സാത്താനുണ്ട്. അതുകൊണ്ട് കോപം വന്നാൽ ഉടൻ കോപം അവസാനിപ്പിക്കുക, കോപിക്കാതിരിക്കുക. സാത്താന് നിന്റെ കുടുംബത്തിൽ കയറുവാൻ, നിന്റെ ഹൃദയത്തില് വന്ന് ഇരിക്കുവാനുള്ള ഒരവസരം കൊടുക്കാതിരിക്കാൻ ജാഗ്രതയുള്ളവരായിരിക്കണം നാം ഓരോരുത്തരും. നിന്റെ നാവിലൂടെ സാത്താൻ ശാപത്തിന്റെ വാക്കുകളോ നെഗറ്റീവ് വാക്കുകളോ അഹങ്കാര വാക്കുകളോ പറയാതിരിക്കാനായിട്ട് നീ ശ്രദ്ധിക്കണം. സാത്താൻ അത് നിന്നെ കൊണ്ട് പറയിപ്പിക്കും. ഈ തിന്മയുടെ ആത്മാവ് നിന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ച് നിന്റെ കുടുംബത്തെ എല്ലാം നശിപ്പിച്ച് താറുമാറാക്കുകയാണ്. അനേക കുടുംബങ്ങള് ഉയർച്ചയില്ലാതെ, അഭിവൃദ്ധിയില്ലാതെ, നന്മയില്ലാതെ, സമാധാനമില്ലാതെ നശിച്ചു പോകുന്നത് ഇതുകൊണ്ടാ. സാത്താൻ കടന്നു വന്ന് അവൻ ആധിപത്യം എടുക്കുന്നുകൊണ്ടാണ്. ഹല്ലേലൂയ. നിനക്ക് ദീർഘായുസ് വേണമോ? ഉയർച്ചയും നന്മയും നിനക്ക് വേണമോ? നല്ല ജീവിതം നീ ആഗ്രഹിക്കുന്നു എങ്കിൽ കർത്താവിൻ്റെ വചനം പൂർണ്ണമായിട്ട് അനുസരിക്കുക. കർത്താവിൻ്റെ കരങ്ങളിൽ പിടിച്ച് ഇടുങ്ങിയ വഴിയിലൂടെ അവനോടൊപ്പം യാത്ര ചെയ്യുക. എല്ലാ നന്മകളും കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് അവൻ സമർത്ഥമായിട്ട് നിങ്ങൾക്ക് നൽകും. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. നമുക്ക് കർത്താവിനെ എന്നും മഹത്വപ്പെടുത്താം. ഈശോയെ എന്നും നമുക്ക് ആരാധിക്കാം. കർത്താവ് എല്ലാവിധ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയും നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു. കാരണം അരനാട്ടുകര ബൈബിൾ കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു ദിവസം ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ ദേവാലയം നിറച്ച് രോഗികൾ ഇരിക്കുകയാണ്. ഞാൻ രോഗികൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാം ഇവർ 5-6 പേര് അല്ലെ സഹോദരങ്ങളുണ്ട്. എല്ലാവരും കൂടെ വേഗം ദേവാലയത്തിലേക്ക് ഓടി വരിക.
ഈ മകന് ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരു കൈലി ആണ് ഉടുത്തിരിക്കുന്നത്, കൈലിമുണ്ടും. അമല ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് മകനെയും കൊണ്ട് വരികയായിരുന്നു. ഒരു സെക്കൻഡ്. ഈ മകൻ്റെ കൈലി ഉടുത്തിട്ടുണ്ട്, ഒരു ഷർട്ട്, തോളയിൽ തോർത്തൊക്കെ കിടപ്പുണ്ട്. ഓടി വന്നു. അപ്പം ഞാൻ പാടിച്ചോണ്ട് ഇവർ കയറി വരുന്നപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി എന്തോ ഗൗരവമുള്ള കാര്യമുണ്ട്. പെട്ടെന്ന് ഞാൻ ഇവരെ എൻ്റെ അടുക്കടിക്കൊന്ന് വിളിച്ചു, എന്താണെന്ന് ചോദിച്ചു. പിന്നെ വലിയ സങ്കടത്തോടെ ഇവർ പറഞ്ഞു, ഈ കുഞ്ഞിന്, ചാക്കോച്ചന് ബ്ലഡ് ക്യാൻസറാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഇവനെ വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇന്നത്തെ കാര്യം നിങ്ങൾക്ക് കേൾക്കണ്ടല്ലോ. ഇവരെല്ലാവരും കരച്ചില്ല. എനിക്ക് ചേട്ടനൊക്കെ ഉണ്ടായിരുന്നല്ലേ, ഞാൻ ഇവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും എങ്ങനെ അടിച്ചില്ല. കാരണം ഈ മകന് ഞാൻ കാണുന്നു എങ്ങനെ അടിച്ച് കരയാണ്. കുഞ്ഞിൻ്റെ അപ്പനാണ്. എല്ലാവരും കരച്ചില്ല. എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. ഞാൻ ഈ കുഞ്ഞിന് വേണ്ടി വലിയ തീഷ്ണ ഹൃദയം നുറുങ്ങിയ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് തുടർന്നുള്ള പല കൺവെൻഷനിലും ആരാധനയിൽ ഞാൻ പറഞ്ഞു, ചാക്കോച്ചനെന്ന കുഞ്ഞ് ക്യാൻസറാണ്, ഇന്നൊരു മോനാണ്, കാര്യമൊക്കെ നമ്മൾ എല്ലാവരെ കൊണ്ടും ആരാധനകളിലൊക്കെ പ്രാർത്ഥിച്ചിരുന്നു. അതിന് വലിയ ഫലമുണ്ടായി. ഇന്ന് ഈ മാതാപിതാക്കൾ ഈ കുഞ്ഞിനെയുമായിട്ട് അത്ഭുതകരമായ രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം പറയാനായിട്ട് കടന്നു വന്നിരിക്കുക. എൻ്റെ പേര് നോമി. എൻ്റെ വീട് പള്ളിയുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. എല്ലാവർക്കും അറിയുന്നതാണ് എൻ്റെ വീട്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് സാക്ഷ്യം. അപ്പം ഞാനതൊക്കെ വിചാരിച്ചിരുന്നത് ഇതൊരു നാടകം പോലെയാണ് ഇങ്ങനെയൊക്കെ പലരും പറയുന്നത്. ഇതൊന്നും സംഭവിക്കുന്ന കാര്യങ്ങളല്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത് ഇതുവരെയ്ക്കും. ഏതൊരു അവിശ്വാസിയെ പോലെയും ഞാൻ അവിശ്വസിച്ചു. ഞാൻ വിചാരിച്ചു ഇതൊന്നും ഒരിക്കലും സംഭവിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കയറി വന്നപ്പോൾ സാബു ബ്രദർ പറഞ്ഞൊരു പ്രതീക്ഷയുടെ വാചകമുണ്ട്, അത്ഭുതം സംഭവിക്കുന്നു. അതുപോലെ തന്നെ അത്ഭുതം സംഭവിച്ചു. ദൈവത്തിന് നന്ദി. മോന് പനിയായിട്ടാണ് ഞങ്ങൾ ഡോക്ടർ ജോണി വിൻസെന്റിന്റെ അടുത്തേക്ക് പോവായിരുന്നു. കുറേ പ്രാവശ്യമായിട്ട് പോയിട്ടും എൻ്റെ പനി മാറില്ല. ഭയങ്കര പനിയൊന്നുമില്ല, ചെറുതായിട്ട് വൈകുന്നേരം മാത്രമേ പനി ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഒരു ദിവസം ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ചെന്നപ്പോൾ പറഞ്ഞു ബോൺ മാരോ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ആകെ വിഷമായി. പിന്നെ ഞങ്ങൾ അമല ഹോസ്പിറ്റലിലേക്ക്, ഡോക്ടർ പറഞ്ഞത് അമൃതയിൽ പോയിട്ട് ബോൺ മാരോ ചെയ്യാനാണ് പറഞ്ഞത്. ഞങ്ങൾ അടുത്ത് അമലയിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ പോയി ചെന്നപ്പോൾ പെട്ടെന്ന് ബോൺ മാരോ ടെസ്റ്റ് ഒന്നും അങ്ങനെ ചെയ്യില്ല. അപ്പോൾ അവർ സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ എല്ലാവർക്കും ഒരുവിധം ഉറപ്പായി. എന്നുവെച്ചാൽ അവൻ്റെ ലിവർ ഭയങ്കര വലുതായിട്ടുണ്ടായിരുന്നു, സ്പ്ലീൻ വലുതായിട്ടുണ്ടായിരുന്നു. അവൻ്റെ സ്പ്ലീനിൽ, ലിവറിൽ, പാൻക്രിയാസിൽ, ഹാർട്ടിൽ നിന്ന് വരുന്ന ട്യൂബിൽ അവിടെയൊക്കെ കഴലകളായിരുന്നു. അപ്പോൾ സ്കാൻ റിപ്പോർട്ടിൽ പറയുന്നത് എനി ഹെമറ്റോളജിക്കൽ മാലിഗ്നൻസി ഓർ ലിംഫോമ, ഇതിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ക്യാൻസർ ആണ് എന്നാണ് പറഞ്ഞത്. ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങളിവിടെ എന്തായാലും ചികിത്സിക്കണില്ല, എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. RCCയിലേക്ക് വേണമെങ്കിൽ പോവാം, നിങ്ങളുടെ കയ്യിൽ പൈസ കുറച്ചുകൂടി എടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെല്ലൂർക്ക് പോവാം, അവിടെ മജ്ജ മാറ്റി വയ്ക്കൽ വരെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോഴാണ് ബ്രദറിൻ്റെ അവിടെ കയറിയിട്ട് പ്രാർത്ഥിക്കുക. അവിടെ അയൽക്കത്തുള്ള ആൾക്കാർ പറഞ്ഞു അവിടെ ധ്യാനം നടക്കുന്നുണ്ട്, അവിടെ ഒന്ന് പോയാൽ പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ തന്നെ അവിടെ പോയി പ്രാർത്ഥിച്ചു. ബ്രദർ എല്ലാ ദിവസവും അവിടുത്തെ കൺവെൻഷനിലും പ്രാർത്ഥിച്ചു, അതുപോലെ പാവർട്ടി കൺവെൻഷനിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ നന്നായിട്ട് മാതാവിനോട്, കൃപാസന മാതാവിനോട് നന്നായി മാധ്യസ്ഥം വഹിച്ച് ഞങ്ങളും പ്രാർത്ഥിച്ചു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആദ്യം ബ്ലഡ് ടെസ്റ്റൊക്കെ എടുത്തു. ബ്ലഡ് ടെസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞത് വൈറസ് ഇൻഫെക്ഷനൊന്നുമല്ല, നാളെ നമുക്ക് ബോൺ മാരോ ടെസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞു. ചിലപ്പോൾ അതിൽ നല്ല ടിഷ്യൂ കിട്ടില്ല, അപ്പോൾ ലിംഫനോട് കഴലും കൂടി നമുക്ക് ബയോപ്സിക്ക് എടുക്കണം. ഫസ്റ്റ് എന്തായാലും ബോൺ മാരോ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബോൺ മാരോ ടെസ്റ്റ് ചെയ്തു. ലുക്കിമിക്ക് വേണ്ടിയിട്ടാണ് ഈ ബോൺ മാരോ ടെസ്റ്റ്. അത് പലതരം ലുക്കിമി ഉണ്ട്. അതിൽ മജ്ജയും ബ്ലഡ്, കുട്ടികൾക്ക് വരുന്ന ലുക്കിമി, അങ്ങനെ എല്ലാത്തിനും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് റിസൾട്ട് പിറ്റേ ആഴ്ച വന്നു. ഡോക്ടർക്ക് ഒരുവിധം ഉറപ്പായിരുന്നു ഉണ്ടെന്ന്. വന്നപ്പോൾ അതിൽ നെഗറ്റീവായിരുന്നു. ആവണേക്കാളും മുമ്പ് ഡോക്ടർ പറഞ്ഞു ഇനി കുറച്ച് ദിവസം കൂടി ഒരു റിസൾട്ടും കൂടി ഉണ്ട്, അതിന് വെയിറ്റ് ചെയ്യേണ്ട, എന്തായാലും ലിംഫോമയ്ക്ക് വേണ്ടിയിട്ട് നോഡ്, അത് കഴലെടുത്തിട്ട് ബയോപ്സിക്ക് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ബയോപ്സി എടുത്ത് നോക്കിയപ്പോഴും അതിലൊന്നുമില്ല. എന്നിട്ടും ഡോക്ടർക്ക് വിശ്വാസമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിൽ കുറച്ചും കൂടി സെല്ല് കൂടുതൽ കാണാനുണ്ട്, ഒരു പ്രാവശ്യം കൂടി അത് ബയോപ്സിക്ക് വിടാമെന്ന് പറഞ്ഞു. എന്നിട്ട് അത് വീണ്ടും ബയോപ്സിക്ക് വിട്ടു. എന്നിട്ട് ഡോക്ടർ അത് വന്നപ്പോഴും ഡോക്ടർക്ക് പറയാൻ പറ്റണില്ല, അതിലൊന്നും കാണാനില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു
ഇനി എന്തെങ്കിലും ഇല്ലാണ്ട് ഇങ്ങനെ ഇതുപോലെ സിംറ്റംസ് ഒരു കുട്ടി കാണിക്കില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും അസുഖം അവനുണ്ട് എന്ന് പറഞ്ഞു. ഇനി ഞങ്ങളോട് ജനുവരി 4-ാം തീയതി അങ്ങോട്ടേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 4-ാം തീയതി ആണെങ്കിൽ ഞങ്ങൾക്ക് ഇനി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ഇവിടെ അടുത്തൊരു ഓസോൺ എന്ന് പറഞ്ഞൊരു സ്കാൻ സെൻറ്ററിലേക്ക് ഞങ്ങൾ വിളിച്ചു ചോദിച്ചു. അപ്പം ഞങ്ങൾക്ക് ചൊവ്വാഴ്ച കിട്ടിയില്ല. അപ്പം ഞങ്ങൾക്ക് പറഞ്ഞു ശനിയാഴ്ചക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇപ്പം സ്കാൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വരികയാണ്. അന്ന് സ്കാനിലുണ്ടായ ഒരു കുഴപ്പം, ലിവർ നോർമലാണ്, സ്പ്ലീൻ നോർമലാണ്, ഒരു കഴലുകളും അവനില്ല. ദൈവം ഞങ്ങൾക്ക് യേശുവേ സ്തോത്രം, യേശുവേ. ഹല്ലേലൂയ. കരുനിക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു സഹനം അനുവദിച്ചാൽ ആ സഹനത്തിലൂടെ വലിയ വിശുദ്ധീകരണം, വലിയ അനുഗ്രഹം കർത്താവ് നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നോബി, ഈ കുഞ്ഞിനെയായിട്ട് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നോബിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു? സത്യം പറഞ്ഞാല് ലാസ്റ്റ് നിലയ്ക്കുന്നുള്ളൊരു നിലയ്ക്ക് സാബൂർദന്റെ അടുത്തേക്ക് വരാൻ തൊട്ടപ്പുറത്തെ ചേച്ചി പറഞ്ഞു, ഞാൻ ധ്യാനത്തിലൊന്നും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളല്ല, ഞാൻ വിചാരിച്ചത് ഇതൊക്കെ ഒരു കാട്ടിക്കൂട്ടലാണ്, വെറുതെ എല്ലാവരും കൈ പിടിക്കുന്നു, ജയ് വിളിക്കുന്നു, അങ്ങനെ ഒരു ഞാൻ അങ്ങനെ കരുതിയിരുന്നുള്ള ധ്യാനത്തിൽ. പക്ഷെ എനിക്കിതിപ്പോ ബ്രദർ പറഞ്ഞു അത്ഭുതം സംഭവിക്കുന്നു പറഞ്ഞു. രണ്ടാമതൊന്ന് പാവർട്ടിയിൽ വന്ന് ബ്രദർ പറഞ്ഞു പേരെടുത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നത് അത്ഭുതം സംഭവിക്കും. ആദ്യം പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചില്ല, ആശ്വസിപ്പിക്കാൻ പറയാമെന്നാണ് കരുതിയത്. ബ്രദർ എല്ലാവരോടും പറയുന്നത് ശരിയാവും, അങ്ങനെ ഞാൻ കരുതിയത്. രണ്ടാമത് പാവർട്ടിയിൽ വന്നപ്പോൾ ബ്രദർ പേരെടുത്ത് വിളിച്ചു, എൻ്റെ പള്ളിയിലെ പേര് ചാക്കോച്ചന് അസുഖം ഭേദമാവും, അത്ഭുതം സംഭവിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. അപ്പോഴേക്കും ഞാൻ കുറച്ചുകൂടി വിശ്വാസത്തിലേക്ക് അടുത്തിരുന്നു. ഹല്ലേലൂയ. മെഡിക്കൽ റിപ്പോർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് അമലയിലെ റിപ്പോർട്ടാണ്. ഈ കുഞ്ഞിന് പ്ലീഹയില്, ലിവറില്, ലങ്സില് എല്ലാം മുഴകളുണ്ട്. അതുകൂടാതെ ബ്ലഡ് ക്യാൻസർ ആണെന്നുള്ളതിൻ്റെ റിപ്പോർട്ടാണ് ഈ പേപ്പറിൽ നമ്മൾ കാണുന്നത്. അതിൻ്റെ സ്കാനിങ് റിപ്പോർട്ടുണ്ട് അല്ലേ? ഇത് ഇന്ന് സ്കാൻ ചെയ്തതാണ്. ഇന്ന് തൃശ്ശൂർ സ്കാൻ ചെയ്തതാണ്. സ്കാനിങ് കഴിഞ്ഞാണ് ഇവരിവിടെ എത്തിയിരിക്കുന്നത് സാക്ഷ്യം പറയാനായിട്ട്. ഈ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് നിങ്ങൾ കാണാം, സ്കാനിങ്ങിൻ്റെ ഇതിവിടെ കാണാം. കുഞ്ഞിൻ്റെ ആന്തരിക അവയവങ്ങളിൽ മുഴകളൊന്നുമില്ല, കുഞ്ഞിന് ബ്ലഡ് ക്യാൻസർ ഇല്ലെന്നാണ് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. കൈയടിച്ചു കർത്താവിനെ നമുക്ക് ബന്ധപ്പെടുത്തിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ കർത്താവ് അത്ഭുതമാക്കി മാറ്റുകയാണ്. നോബിക്ക് വിശ്വാസമില്ലായിരുന്നു, പക്ഷേ വിശ്വാസമില്ലെങ്കിലും എനിക്കുറപ്പുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചതല്ല ഈ കുഞ്ഞ് സൗഖ്യം പ്രാപിക്കും. കാരണം അത്ര ഒരു ഹൃദയം നന്നാ പ്രാർത്ഥിച്ചു. കാരണം ഞാനും ഒരു പിതാവാണ്, 5 മക്കളുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞിനെയായിട്ട് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഒരപ്പൻ്റെ മനസ്സിലെ വേദന എനിക്ക് ശരിക്കും മനസ്സിലാവും. തൻ്റെ കുഞ്ഞിനായിട്ട് അപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വിതുമ്പിക്കരയുക. ഞാൻ കണ്ടു തോർത്തിങ്ങനെ വായിക്കാത്ത വെച്ച് ഈ മകൻ കരയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഹൃദയത്തെ അത് സ്പർശിച്ചു. അത് കഴിഞ്ഞ് പല ആരാധനകളിൽ കൺവെൻഷനിലൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇത് യേശുവിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ കരുണയുടെ സ്പർശനമാണ് ഈ ചാക്കോച്ചൻ പൂർണ്ണമായിട്ട് സൗഖ്യം പ്രാപിച്ചത്. ഹല്ലേലൂയ. മോനെ ഇങ്ങോട്ട് നോക്കിക്കട കൂട്ടാ ഉണ്ടോ? ഈ കുഞ്ഞിൻ്റെ ക്യാൻസർ പൂർണ്ണമായിട്ട് കർത്താവ് ഹീൽ ചെയ്തിരിക്കുക. നമുക്കൊന്ന് കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. എന്താ മോടെ പേരെന്താ? ജോവിയ. ഈ കുഞ്ഞിന് അസുഖം ഉണ്ടായപ്പോൾ നിങ്ങൾ ഒത്തിരി സങ്കടമായിരുന്നല്ലേ? നല്ല സങ്കടം ഉണ്ടായിരുന്നു, എന്നാലും ദൈവം മാറ്റി തരുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തിലാണ് ഓടി വന്നത് അല്ലേ? ഓടി വന്നു. അരനാട്ടുകര പള്ളിയിൽ അവിടെ വെച്ച് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ പാവറട്ടി കൺവെൻഷൻ നടക്കുമ്പോൾ വെല്ലൂരിൽ നിന്ന് നിങ്ങൾ വന്നപ്പോൾ അവിടെ കൊണ്ടുവന്നു. അന്നും പ്രാർത്ഥിച്ചിരുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹത്വം. സൗഖ്യം നൽകുന്നത് യേശുവാണ്. ക്യാൻസറോ ട്യൂമറോ എയ്ഡ്സോ മാനസിക രോഗമോ ഓട്ടിസമോ എന്തുമാവട്ടെ, യേശു തൊട്ടാൽ സൗഖ്യം ഉറപ്പാണ്. അവൻ തൊട്ടാൽ സൗഖ്യം ഉറപ്പാ. ഹല്ലേലൂയ. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ, യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.